1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. സ്വന്തം കുടുംബങ്ങളിലെ അനാഥരായും ഒറ്റപ്പെട്ടവരായും കഴിയുന്ന മാതാപിതാക്കൾക്ക് ഒരു ആശ്രയമായി, ഒരു ആലംബമായി കണ്ണൂരിലെ തളിപ്പറമ്പ് മുരിയാത്തോട് ദീനസേവന സഭാംഗങ്ങളായ സന്യസ്തരിലൂടെ പ്രവർത്തിക്കുന്ന ആലയത്തിലേക്ക് കടന്നു വരാം. നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദീന സേവന സഭയെക്കുറിച്ച് ഗുഡ്നസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കണ്ണൂരിൽ സഹായമെത്രാനായിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സന്ദർശിച്ചത് പട്ടുവത്തുള്ള മദർ പേത്രയുടെ കബറിടമാണ്. ദൈവദാസിയായ മദർ പേത്രയുടെ കബറിടം സന്ദർശിച്ച് എൻ്റെ കണ്ണൂരിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിനു ഞാൻ ഒരു വിധത്തിലും മാധ്യസ്ഥം യാചിക്കുകയായിരുന്നു. കാരണം മദർ പേത്ര ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കണ്ണൂരിൻ്റെ മദർ തെരേസ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാനായിട്ട് തോന്നുന്നത്. അന്ന് പട്ടുവത്തുള്ള മദർ ഹൗസ് സന്ദർശിച്ചപ്പോഴും അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ എമസ്റ്റീനെയും പ്രൊവിൻഷ്യലിൻ്റെ കൗൺസിലേഴ്സും എല്ലാ സിസ്റ്റേഴ്സും കൂടി എന്നെ ഹാർദവമായിട്ട് സ്വീകരിക്കുകയും അവരോടൊപ്പം തന്നെ മദർ പേത്രയുടെ കബറിടം സന്ദർശിക്കാനായിട്ട് ഇടവന്നു. ആ നല്ല ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം
മദർ പേത്രയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹം. ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സെക്രട്ടറി അച്ഛൻ ആഷ്ലിൻ അച്ഛൻ എന്നോട് പറഞ്ഞ്, ഈ സ്ഥലത്താണ് മദർ പേത്രയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മരണപ്പെട്ടതെന്ന്. മദർ പേത്രയുടെ ജീവിതത്തിൽ ഒരു താബോർ അനുഭവത്തിൽ നിന്നാണ് മദർ പേത്ര കണ്ണൂരിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ ചിറക്കൽ മിഷനിൽ മദർ വരുത്തിയ ആ മാറ്റം ദീനസേവന സഭ കുറച്ചു കാലം കൊണ്ട് തന്നെ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ജർമ്മനിയിലും ഇന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ഏജ്ഡ് ഹോമിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ദീനസേവന സഭയുടെ സ്ഥാപികയായ മദർ പേത്ര മോർണിംഗ് മാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ ഒത്തിരിയേറെ രോഗികളെയും ആരും സംരക്ഷിക്കുവാനില്ലാത്തവരെയുമെല്ലാം അമ്മയുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ ദീനസേവന സഭ ആരംഭിച്ചതോടൊപ്പം തന്നെ വയസ്സായവരെയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുവാനുള്ള ഒരു വീട് കൂടി തുടങ്ങുകയുണ്ടായി. അങ്ങനെ 1971 ഇങ്ങനെയുള്ള വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഒരു ചെറിയ ഹൗസ് പട്ടുവത്ത് തന്നെ ആരംഭിച്ചു. അതുപോലെ സമീപ പ്രദേശങ്ങളിലും മലയോരങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന എല്ലാ രോഗികൾക്കും മദർ ജർമ്മനിയിൽ നിന്നും മരുന്നുകൾ വരുത്തി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒത്തിരിയേറെ ജനങ്ങൾ വർദ്ധിച്ചു വന്നതുകൊണ്ട് മദർ ഒരു ഡിസ്പെൻസറി പണി കഴിപ്പിച്ചു. 1981 അത് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന മദർ വില്ലിഗാർഡിൻ്റെ നേതൃത്വത്തിലാണ് അത് പണി കഴിപ്പിച്ചത്. സെൻറ്റ് ലൂക്കിൽ നിന്നും അനേകായിരങ്ങൾ മരുന്ന് മേടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 2000 വരെയും. എന്നാൽ 2000 ആയപ്പോഴേക്കും ഗവൺമെൻറ് പുതിയ ഒരു നിയമം ഉണ്ടാക്കുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഒരു ഡോക്ടർ ഇല്ലാതെ ഡിസ്പെൻസറി നടത്തുവാൻ പാടില്ല എന്ന്. അങ്ങനെ ആ ഡിസ്പെൻസറിയെ ഡോക്ടറിൻ്റെ പ്രത്യേകമായ സംലഭ്യതയില്ലാത്തതിനാൽ അടുത്തടുത്ത് ഹോസ്പിറ്റലുകൾ വന്നതിനാലും അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു വിമൻസ് ഏജ്ഡ് ഹോമാക്കി മാറ്റി. ഇപ്പോൾ അവിടെ 38 രോഗികളും 8 സിസ്റ്റേഴ്സുമുണ്ട്. അതിൽ 3 പേർ ഈ വയസ്സായവരും ആരും സംരക്ഷിക്കാനില്ലാത്തവരും തങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റാത്തവരെയും സംരക്ഷിക്കുകയും ഓരോ ദിവസവും അവർക്ക് വേണ്ട എല്ലാവിധ പരിചരണവും നൽകി വരുന്നു. പ്രത്യേകമായി അമ്മമാർ സന്തോഷമായി സമാധാനമായി ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിച്ച് അവർ അവരുടെ ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഫാദർ ജേക്കബ് ജോസ്, കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ഫൊറോനായിൽ പട്ടുവം തിരുക്കുടുംബ ദേവാലയത്തിലെ വികാരിയായി പ്രവർത്തിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പരിധിയിലാണ് ദീനസേവന സഭയുടെ മദർ ജനറലും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഇവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെ ഈ സ്ഥാപനം, പ്രത്യേകിച്ചും സെൻറ്റ് ലൂക്ക് എന്ന സ്ഥാപനം ദീർഘകാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ പ്രത്യേകിച്ചും പ്രായം ചെന്നവരെ, പലതരത്തിലുള്ള പരിമിതികളുമുള്ളവരെയൊക്കെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും അവരെല്ലാവരും തന്നെ പലവിധത്തിലുള്ള രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പോൾ അവരെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ഇവരെ പ്രധാനമായും ഈ ഒരു സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെയുള്ളവരൊക്കെ തന്നെ പല പരിമിതികളുള്ളവരായതുകൊണ്ട് അവരെ കൃത്യമായി നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അവർക്കൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് നടക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുമൊക്കെ പരിമിതികളുള്ളവരാണ്. പക്ഷെ അതെല്ലാം വളരെ ക്ഷമയോടുകൂടി ഇവിടെയുള്ള അനവധിയായ സിസ്റ്റേഴ്സ് അവരുടെ എല്ലാ കാര്യങ്ങളിലും സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്. ഞാനിവിടെ വന്നിട്ട് 6 വർഷമായി. ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് രോഗങ്ങൾ വന്നാൽ അവർ ആശുപത്രി കൊണ്ടുപോകും, അവർക്ക് കൂട്ടുനിൽക്കും. അങ്ങനെ ഇവിടെ നിശ്ചലമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീനസേവന സഭയിൽ വന്നിട്ട് 49 വർഷമായി. ഇതിനോടിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ദരിദ്രരെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവനത്തിൻ്റെ താല്പര്യം കൊണ്ടാണ് ദീനസേവന സഭയിൽ ചേർന്നത്. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒത്തിരി സംതൃപ്തിയോടും കൂടിയാണ് ദീനസേവന സഭയിൽ ജോലി ചെയ്യുന്നതും ദീനസേവന സഭയിൽ വർക്ക് ചെയ്യുന്നതും. എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ അസൈലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അവരുടെ അമ്മമാരെ ശുശ്രൂഷിക്കുകയും അവരോടുകൂടി ആശുപത്രിയിൽ പോവുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സ്നേഹമെഴുന്നള്ളി ആത്മാവിൻ വേദിയിൽ പൂമഴയാൽ എന്നെ ധന്യയാക്കാൻ നിർമ്മല ഹൃത്തതിൽ ശാന്തി പകരുവാൻ സ്നേഹസ്വരൂപൻ സമാഗതനായി സ്നേഹസ്വരൂപൻ സമാഗതനായി. എനിക്ക് സ്ഥാപനവുമായി 1975 മുതൽ തന്നെ ബന്ധമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വരെ പൂർത്തീകരിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. 1977 മദർ പേട്ര മരിച്ചതിന് ശേഷം ആ ശവസംസ്കാര ചടങ്ങിലടക്കം പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പിന്നീട് മദർ വില്ലിഗാർഡും മദർ ഹോൾഡയും മദർ ഡാനിയേലും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന മദർമാരുമായിട്ടും വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന സേവനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സേവനങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ആദ്യഘട്ടങ്ങളിൽ ഇവർ ചെയ്ത സേവനം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക, പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, എയ്ഡ് നൽകി വിദ്യാഭ്യാസം നൽകുക. അതോടൊപ്പം തന്നെ സെൻറ്റ് ലൂക്ക് എന്ന് പറയുന്ന ഒരു ആസ്പത്രി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് മരുന്നുകളും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിത്യരോഗികളായ അവരെ സ്വന്തം സേവനത്തിൻ്റെ ഭാഗമായി ആലയങ്ങളിലേക്ക് കൊണ്ടുവരികയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് നിത്യ തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കുക. തൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ നാട്ടുകാരെ കൊണ്ട് സേവനം ചെയ്ത് അവരുടെ ജീവിതം ഉപാധി ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യും. മദർ പേത്രയുടെ കാലം മുതൽ ഞാനിവിടെ പട്ടത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് പല ബ്രാഞ്ചുകളിലും പോയി സർവീസ് ചെയ്തു. എല്ലായിടത്തും തന്നെ പ്രധാനമായി നേഴ്സിംഗ് ഡ്യൂട്ടി ആയിരുന്നു പ്രധാനമായി എപ്പോഴും എന്നെ ഏൽപ്പിച്ചിരുന്നത്. അത് ഞാൻ ചെയ്യാറുണ്ട്. ഓൾഡേജ് ഹോമിൽ കൂടുതൽ കാലവും ഓൾഡേജ് ഹോമിൽ പല ഹൗസുകളിലും സേവനം ചെയ്തു. ക്ലിനിക്ക് വടക്കഞ്ചേരിയിലും തിരുവനന്തപുരം, വെള്ളവിള, പട്ടുവം, മുതലപ്പാറ 14 കൊല്ലം രോഗികളുടെ അടുക്ക് സേവനം ചെയ്തു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ചാരിറ്റബിൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യയിലേക്ക് തന്നെ പേരെടുത്ത് പറയാവുന്ന ഒരു സ്ഥാപനമാണ് പട്ടുവം ദീനസേവന സഭ. അതിൻ്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് സെൻറ്റ് ലൂക്സ് പോലെ ഉള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ചികിത്സയും താമസ സൗകര്യങ്ങളും ഭക്ഷണവും അടക്കം ഈ സ്ഥാപനത്തിലൂടെ നൽകി പോകുന്നുണ്ട്. പട്ടുവത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ ആ ജനങ്ങൾക്ക് വലിയ ഒരാശ്വാസമായിട്ടാണ് പട്ടുവം ദീനസഭയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നത്. വളരെ നല്ല രീതിയിലും നല്ല ശുചീകരണത്തോടു കൂടി എല്ലാം സംരക്ഷിച്ച് നമ്മുടെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും സിസ്റ്റർമാരെല്ലാം
അവരുടെ ജീവിതം ഇവരുടെ സേവനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനകത്ത് കഷ്ടപ്പെടുന്ന ഒട്ടേറെ കുടുംബങ്ങളെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹായകരമായ രീതിയിലേക്ക് നമ്മുടെ ദീനസേവന സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നതിലേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ നിരന്തരമായി പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും ഈ മേഖലയിൽ ഏറെ സഹകരിച്ചു പോകുന്നൊരു സ്ഥാപനം കൂടിയാണ് ഇത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മുടെ നാടിനകത്ത് ഇവരുടെ കീഴിൽ തന്നെ നന്മ എന്ന് പറയുന്ന ഒരു പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തുള്ള പാലിയേറ്റീവ് രോഗികളെ വീടുകളിലെത്തി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ മേഖലകളിലും രംഗങ്ങളിലും എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നാടിന് തന്നെ അഭിമാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പട്ടുവം ദീനസേവാ സഭയും അതോടനുബന്ധിച്ചുള്ള വിവിധ സ്ഥാപനങ്ങളും. ഇവിടെ എല്ലാവരും പാവപ്പെട്ടവരാണ്. ഞങ്ങളുടെ മദറും പാവപ്പെട്ടവരെ സ്നേഹിക്കാനായി വന്നതാണ്. ആ മദറിൻ്റെ സ്നേഹം ഞങ്ങളെല്ലാവരും ഉൾക്കൊണ്ട് ഈ നാൾ വരെയും മദറിൻ്റെ ആദർശത്തിലും ജീവിതത്തിലും മറ്റുള്ളവരോടും പാവപ്പെട്ടവരോടും കൂടുതലായി സ്നേഹിക്കുവാനും ഉള്ള ദൈവത്തിൻ്റെ കൃപ എനിക്ക് നന്ന്. ഞാനിവിടെ ജോലി ചെയ്യാൻ കിച്ചണിൽ വർക്ക് ചെയ്യാൻ വന്നിട്ട് 2 വർഷം. ഇതിനു മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 കൊല്ലം മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പാണേലും എന്നെ ഈ സിസ്റ്റേഴ്സാണ് എന്നെ വളർത്തി എന്നെ വിവാഹം കഴിച്ചു വിട്ടത്. പിന്നെ അനുഭവം എന്ന് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ കാത് കുത്തി കമ്മലിട്ടതുപോലെ എൻ്റെ സിസ്റ്റേഴ്സാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇവരെന്നെ എന്ത് കാര്യത്തിന് വിളിച്ചാലും എന്ത് ജോലിയും ഞാൻ കളഞ്ഞേച്ച് അപ്പം തന്നെ ഞാനിവിടെ എത്തും. കാരണം എന്നെ അത്ര അഗാധമായി സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയായതും ഞാൻ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചതും എല്ലാം എൻ്റെ സിസ്റ്റേഴ്സാണ്. ദീനസേവന സഭയിൽ ഒരു അംഗമായി തീരാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭയുടെ സ്ഥാപിക മദർ പേത്രയാണെന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ കേരളത്തിൽ അറിയാം. എന്നാൽ ഏകദേശം ഒരു 7 വർഷത്തിന് ശേഷം മദർ ഞങ്ങളെ വിട്ട് എന്നേക്കുമായി നിത്യസമ്മാനത്തിനായി പോകേണ്ടി വന്നു. പിന്നെ മദറിൻ്റെ ചാർജ് ഏറ്റെടുത്തത് ജർമ്മൻകാരിയായ മദർ വില്ലിഗാർഡാണ്. ഭാഷക പരിമിതികളും അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ സാഹചര്യങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് മദർ വില്ലിഗാർഡ്. ഈ സ്ഥാപനം തന്നെ തുടങ്ങിയത് മദർ വില്ലിഗാർഡിൻ്റെ കാലത്താണ്. ആദ്യം ഇതൊരു ചെറിയ ഡിസ്പെൻസറി ആയിട്ട് ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ പ്രായം ചെന്ന ഒത്തിരി മനുഷ്യർ നിസ്സഹായരായിട്ട് കുടുംബങ്ങളിൽ കഴിയുന്നുണ്ടെന്ന്. ഈ അവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടെ ഒരു വൃദ്ധസദനം പണിയണമെന്ന ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ ഈ വൃദ്ധസദനം പണിതത്. ഒത്തിരി പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് മറ്റു ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെ, അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള യുവതികളെ നമ്മളുടെ ഈ സ്ഥാപനത്തിലുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിക്കാനും അവരുടെ കൂടെ ആയിരിക്കുവാനും അവർക്ക് അല്പം സന്തോഷം പകരാനൊക്കെ സാധിക്കുന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എൻ്റെ വാർഡിലുള്ള ഒരു പ്രശസ്തമായ സ്ഥാപനമാണ് സെയിൻറ്റ് ലൂക്ക് ഹോം. മദർ പെട്രയുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ തലത്തിലേക്ക് വലിയൊരു സേവന സ്ഥാപനമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. സെയിൻറ്റ് ലൂക്ക് ഹോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ഈ സ്ഥാപനം നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു ഡിസ്പെൻസറി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവിടുത്തെ ഈ ഡിസ്പെൻസറി ആയിരുന്നു ഈ നാട്ടുകാർ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ കൂടാതെ കുഞ്ഞുങ്ങളിൽ ഇന്ന് നമ്മൾക്ക് അംഗനവാടിയിലുള്ള പിന്നെ പോഷകാഹാര സിസ്റ്റം ഒന്നും തന്നെ നിലവിലില്ലാത്ത സമയത്ത് ജർമ്മനിയിൽ നിന്ന് പിന്നെ കൊണ്ടുവരുന്ന മരുന്നുകളും അതേപോലെ പ്രോട്ടീൻ പൗഡറും ഒക്കെ തന്നെ ഇവിടുന്ന് വിതരണം ചെയ്തിട്ടാണ് ഈ നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന തലമുറയെ വളർത്തി വലുതാക്കിയെടുത്തതിൽ ഈ സ്ഥാപനത്തിന് അകമഴിഞ്ഞ ഒരു സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഈ നാട്ടുകാർ എന്നും ഈ സ്ഥാപനത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. വൈദവ്യം അനുഭവിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കാൻ പ്രയാസമുള്ള അങ്ങനത്തെയൊക്കെ കൂട്ടരെ നമ്മൾ പിന്നെ ഇവിടെയായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇവരാണ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പിന്നെ ഇത്തരം സേവനം മുന്നോട്ട് കൊടുക്കുന്ന പ്രശസ്തമായ, നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടൊരു ആൾക്ക് പിന്നെ പാർക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം. പിന്നെ എല്ലാം കൊണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്രയും വർഷങ്ങളായിട്ട് 1969 മുതൽ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു കാലഘട്ടം ആയി കഴിഞ്ഞു. അത്രയും കാലഘട്ടമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാനും പിന്നെ ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ തന്നെയുള്ള പിന്നെ ഒരു ചിന്തയാണ് ഇവിടുന്ന് പിന്നെ ഇവിടെയുള്ള മദറിനടക്കമുള്ളത്. അപ്പം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇനിയും വളരെ യശസ്സോടുകൂടി നിലനിന്ന് പോണെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. കദളി വാഴ കയ്യിലിരുന്നു കാക്കയൊന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാര 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 വന്നാട്ടെ, വയസ്സിനാണു വരുന്നതെങ്കിൽ അയലേ ചോറും നൽകണം, ഇടയ്ക്കിടയ്ക്കു വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ചു കൊടുക്കണം. ഈ ചെറിയവരിൽ ഒരുവിനെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിലെ തിരുവചനമാണ് മദർ പെത്രയെ ഈ സഭ സ്ഥാപിക്കുന്നതിന് പ്രേരിതമായത്. വാക്കുകൾ കൊണ്ടെന്നതിനേക്കാൾ ജീവിതം ശുശ്രൂഷയിലൂടെ സുവിശേഷമാക്കുകയും ചെയ്തുകൊണ്ടാകണം ദീനദാസികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എന്ന് തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ മദർ പെത്ര സഭ തനേരെ പഠിപ്പിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ 7 മാസമേ ആയിട്ടുള്ളൂ. മദർ പേത്രായുടെ പാദസ്പർശനമേറ്റ ഒരു സ്ഥലത്താണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ മദർ പേത്രയെ കണ്ടിട്ടില്ല. മദർ പേത്രയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചും അതുപോലെ മൂത്ത സിസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതുമായിട്ടുള്ള എനിക്ക് മദർ പേത്രയെ കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ മദർ പേത്രയുടെ സ്വന്തം വീടും സഹോദരങ്ങളെയും ജീവിച്ച സ്ഥലങ്ങളും എല്ലാം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മദർ വില്ലിഗാർഡിൻ്റെയും. അപ്പം മദർ പേത്ര നടന്നു നീങ്ങിയ അല്ലെങ്കിൽ മദർ പേത്രയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഇത്. മദർ പേത്ര ഇവിടെ വന്ന് രോഗികളെ ശുശ്രൂഷിച്ചു. അതിലെനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അവിടെ ഈ സ്ഥാപനത്തിൽ ഇപ്പം ഒത്തിരി രോഗികൾ അല്ലെങ്കിൽ വയസ്സായവർ, വീടുകളിൽ താമസിക്കാൻ സാധിക്കാത്തവർ, പലതര ബുദ്ധിമുട്ടുകളാണ്, പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അമ്മമാരിവിടെ വന്നിരിക്കുന്നത്. പിന്നെ ആരുമില്ലാത്തവരും ഉണ്ട്, മാതാപിതാക്കൾ മരിച്ചുപോയവർ, സഹോദരങ്ങളില്ലാത്തവർ, അങ്ങനെയുണ്ട് ഈ സ്ഥാപനത്തിൽ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു തരി സഹായം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് ലളിതയാണ്. ഞാൻ 4 വർഷമായി ഫാമിൽ പണിയെടുക്കുന്നു, അമ്മമാരെ കുളിപ്പിക്കുന്നു. എൻ്റെ ഭാഗ്യം എന്നാണ് അമ്മമാരെ കുളിപ്പിക്കുന്നത്. എല്ലാവരും സ്നേഹവും എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ കോൺവെൻറ്റിൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. ബക്രാൻ ദയാനികേതൻ കോൺവെൻറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വന്നത്. ഇവിടെ ഞാൻ കറസ്പോണ്ടൻ്റ് വർക്കും ഒപ്പം അക്കൗണ്ടിങ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ കഴിയും വിധം ഇവിടെയുള്ള അമ്മമാരെ ചെറിയ രീതിയിൽ ശുശ്രൂഷിക്കുന്നതിൽ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഈ അമ്മമാരോടൊപ്പം ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. കാരണം ഇവർ വളരെ സ്നേഹസമ്പന്നരായ അമ്മമാരാണ്. ഒരു വല്യമ്മയുടെ കരുതലും സ്നേഹവും എപ്പോഴും ഇവരിൽ നിന്ന് എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി കാണാറുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണുള്ളതിൽ 5 പേരും സിസ്റ്റേഴ്സാണ്. എൻ്റെ അച്ചാച്ചൻ തന്നെയേ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ ഇവർക്ക് ചെയ്യുന്ന എളിയ ശുശ്രൂഷകൾ അച്ചാച്ചന് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു നിയോഗത്തോടു കൂടിയാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹവും
കരുതലും എന്നെ പലപ്പോഴും വളരെയധികം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രചോദനം കൂടുതലായി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ ഈ അമ്മമാരുടെ പ്രാർത്ഥന വഴി വളരെയധികം അനുഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ഈശോദാത. ഞാൻ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന 11ാമത്തെ വർഷമാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ പാലിയേറ്റീവ് തുടങ്ങിയിട്ട് 12ാമത്തെ വർഷമാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ 175 രോഗികളുണ്ട്. രോഗികളുടെ അടുത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വണ്ടിയിൽ പോകും. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ബസ്സിനോ ഓട്ടോറിക്ഷയ്ക്കോ നടന്നോ പോകും. ഞങ്ങളുടെ പേഷ്യൻറ്റിന് ആർക്കും തന്നെ ബെഡ് സോറില്ല. കാരണം ഞങ്ങൾ അവരെ പരിചരിക്കാനും പഠിപ്പിക്കും, ഞങ്ങളും ചെയ്തും കൊടുക്കും. അതുകൊണ്ട് വീട്ടിൽ കിടന്നാർക്കും ബെഡ് സോറില്ല. പിന്നെ ഞങ്ങൾ അവർക്ക് ഉപകരണങ്ങൾ കൊടുക്കും. ഹോസ്പിറ്റൽ ബെഡ്, വീൽ ചെയർ, എയർ ബെഡ്, വാട്ടർ ബെഡ്, സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, അങ്ങനെ എല്ലാ സാധനം, ഓക്സിജന്. പിന്നെ ഞങ്ങൾ പോകുന്നതന്നെ അവർക്ക് BP എടുത്ത് കൊടുക്കും, ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ ഇതിൽ ചെയ്യുന്നതിൽ, പാലിയേറ്റീവ് ചെയ്യുന്നതിൽ. എൻ്റെ കൂടെ വാളണ്ടിയേഴ്സൊക്കെ നല്ല സഹകരണമാണ്. ആദ്യഘട്ടത്തിൽ പട്ടുവത്ത് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിലും പിന്നീട് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഇന്ത്യ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തും ബ്രാഞ്ചുകളായി വിപുലീകരിച്ച ഒരു സ്ഥാപനമായി ഇത് മാറുകയാണ്. വ്യത്യസ്ത പ്രൊവിഷനുകളായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും നിത്യരോഗികളായ പല മേഖലയിലും അവശത അനുഭവിക്കുന്ന നിത്യരോഗികളെയാണ് ഇവർ സംരക്ഷിക്കുന്നത്. എയ്ഡ്സ് രോഗികളെ ബോംബെ പോലുള്ള പട്ടണങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. കുഷ്ഠരോഗികൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നു. ഇന്നിപ്പോൾ ആ രോഗം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലയിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത്. മദർ പേട്ര ആദ്യമായി ഈ സേവനം കുഷ്ഠരോഗികളിലാണ് കേന്ദ്രീകരിച്ച് ചെയ്തിരുന്നത്. അങ്ങനെ ലെപ്രസി രോഗികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു. അതോടൊപ്പം തന്നെ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെയ്ത്തുശാലകൾ, ആദ്യഘട്ടങ്ങളിലൊക്കെ നെയ്ത്തുശാലകൾ, കാർപ്പൻട്രി, അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഇവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലല്ല ലോകത്താകെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനമാണിത്. യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ സേവനം ചെയ്യുന്നത്. സംരക്ഷണം മാത്രമാണ്, ജനങ്ങളുടെ സംരക്ഷണം മാത്രമാണ് അവരുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നല്ല നിലയിൽ ഇനിയും തുടർന്ന് മുന്നോട്ടേക്ക് പോകേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇനിയും ഉയർന്നു വരട്ടെ എന്നാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് ഈ സേവനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്.